അവഗണന നേരിടുക. അപ്പം സംസാരം എന്ന് പറയുന്നത് ഒരു ജനതയ്ക്ക് വെറുപ്പായി മാറുക. മുഖത്ത് നോക്കി സംസാരിക്കൽ വെറുപ്പാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ മാറുക, പുറത്തെ വേറെ ഒരുപാട് ലോകങ്ങളായിട്ട് കണക്ട് ചെയ്യുക. ഈ കണക്ടിവിറ്റി, ഇതിൻ്റെ ആക്സസ് കൂടിയൊരു കാലത്ത് കുടുംബം അന്യമാണ് പല മക്കൾക്കും. അതുകൊണ്ടാണ് തൃശ്ശൂർകാരി 16കാരി ആത്മഹത്യ ചെയ്ത്. എന്താ ചെയ്യാൻ കാരണം? ഉമ്മാക്ക് അസുഖം വന്നാണ്, ബന്ധുക്കൾ മരിച്ചു പോയതാണോ, ദാരിദ്ര്യത്തിൽ പെട്ടുപോയത് അല്ല. എൻ്റെ കൊറിയയിലെ ഇൻസ്റ്റാ ഫ്രണ്ട് മരിച്ചു, അതിൽ മനംനൊന്ന് ഞാൻ മരിക്കുകയാണ്. നോക്ക് നിങ്ങൾ, തീരം നഷ്ടപ്പെടുന്ന മക്കൾ. കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അസറ്റല്ലേ? ഷുഐബ് നബിയെ ആക്രമിക്കാൻ വേണ്ടി ഷുഐബ് നബിയെ അംഗീകരിക്കാത്ത ശത്രുക്കൾ പറഞ്ഞാൽ എന്താ പറയുക? അവർ പറഞ്ഞെന്താ പറയുക? ലൗല റഹ്തുക റജംനാക. ഷുഐബേ, എൻ്റെ കുടുംബക്കാർ എൻ്റെ ചുറ്റുവട്ടത്തിലും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്നോ നിന്നെ എറിഞ്ഞു കൊന്നേനെ. ഷുഐബ് നബി ഒരു നിലക്കും അംഗീകരിക്കാത്ത ശത്രുക്കളുടെ സ്റ്റേറ്റ്മെന്റ് അത്. എന്താ? കുടുംബക്കാര് എന്നുള്ളതൊരു പ്രൊട്ടക്ഷനാണ്. ആ ശത്രുക്കളെ മനസ്സിലാക്കി, അന്നത് മനസ്സിലാക്കി. ഇന്ന് കുടുംബം വേണ്ട. കുടുംബത്തിനോട് മതിപ്പോ മമതയോ ആഭിമുഖ്യമോ പ്രതിപത്തിയോ ഒന്നുമില്ല, അല്ലേ? അങ്ങനെ ഒരു ജനത വളർന്നു വരിക. അതുകൊണ്ടാണ് അന്ന് നബി തങ്ങൾ പറഞ്ഞത്, ഉപ്പാന്റെ ഇഷ്ടക്കാരനെ വെറുത്താൽ പോലും ഈമാൻ കുറയും. ഉമർ റളിയല്ലാഹുവിന്റെ മകൻ ഇബ്നു ഉമർ തങ്ങൾ, അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ, ഉമർ റളിയല്ലാഹുവിന് വഫാത്തായി ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതിന്റെ ശേഷം ഒട്ടക്കപ്പുറത്ത് ഇങ്ങനെ പോവാൻ. അപ്പൊ ഇബ്നു ഉമർ എന്ന് പറയുന്ന, അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ എന്ന് പറയുന്ന സഹാബിക്ക് ഭയങ്കര പ്രിവിലേജ്, സഹാബത്തിന്റെ ഇടയിൽ ഭയങ്കര റെസ്പെക്റ്റാണ്. കാരണം അങ്ങനെ ജീവിച്ച മഹാനാണ്. അപ്പോഴാണ് അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ എതിർവഴിയിലൂടെ കടന്നു വരുന്ന ഒരു അറാബിയെ കണ്ടത്, ഒരു ഗ്രാമീണനായ മനുഷ്യനെ കണ്ടത്. അറാബികളെ കണ്ടാൽ ആരും മൈൻഡ് ചെയ്യാറില്ലല്ലോ. നമ്മള് കാട്ടുജാതി, ആദിവാസി എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം, ഞാൻ പറയാ, അവരൊക്കെ മനുഷ്യനെ പോലെ നമ്മൾ പരിഗണിക്കേണ്ട ആൾക്കാരാണ്. പക്ഷെ നടക്കുന്നത് അതല്ലല്ലോ. അപ്പൊ അതേപോലെ ഈ അറാബിയായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ആളുകൾ മൈൻഡ് ചെയ്തില്ല. പക്ഷേ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ ആ ഒരു വൃദ്ധനായ ഗ്രാമീണനായ അറാബിയെ കണ്ടപ്പോൾ ഒട്ടക കട്ടിലിൽ നിന്ന് താഴേക്ക് ചാടി ഇറങ്ങി. എന്നിട്ട് പോയിട്ട് അദ്ദേഹത്തെ, അറബികൾക്കുണ്ടല്ലോ ഒരു ആദരവിന്റെ ഒരു മനോഹരമായ ഒരു ചിഹ്നം, അവർ നെറ്റിത്തടത്തിൽ ചുംബനം അർപ്പിക്കും. അങ്ങനെ അദ്ദേഹത്തെ ഹഗ് ചെയ്ത് അദ്ദേഹത്തിന്റെ നെറ്റി പിടിച്ചിട്ട് ഉമ്മ വെച്ചു. എന്നിട്ട് ഇബ്നു ഉമർ തങ്ങൾ, അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ ധരിച്ചിരുന്ന അമാമ, തലപ്പാവ്, ആ വൃദ്ധനായ മനുഷ്യന്റെ തലയിലിട്ട് കൊടുത്തു. അപ്പോഴേക്ക് സഹാബത്ത് ആകെ അന്താളിച്ചു. ഈ പ്രിവിലേജ് ഇദ്ദേഹത്തിന് കിട്ടാൻ കാരണം എന്താണ്? അപ്പൊ ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞ എന്താ അറിയോ? ഇയാൾ ആരാണെന്ന് നിങ്ങൾക്കറിയോ? എന്റെ വിട പറഞ്ഞു പോയ പിതാവ് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഉറ്റ സുഹൃത്താണ്. അതുകൊണ്ട് എൻ്റെ വാപ്പാക്ക് കാട്ടിലെ കുറച്ച് ധാന്യങ്ങൾ, തേനുകൾ ഒക്കെ ശേഖരിച്ച് ഇടക്കിടക്ക് വീട്ടിൽ വരും. അങ്ങനെ വന്ന് ഈ സമ്പർക്കം എൻ്റെ ഉപ്പാന്റെ അനിവാര്യതയായി. പിന്നെ എൻ്റെ ഉപ്പ ഇടക്കിടക്ക് അദ്ദേഹത്തെ തിരക്കാറുണ്ട്. അതുകൊണ്ട് എൻ്റെ ഉപ്പ പരിഗണിച്ച മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടാണ് ആ ഒട്ടക കട്ടിലിൽ നിന്ന് താഴേക്ക് ചാടി ഇറങ്ങിയത്. ഇവിടെ ദേവസ്ഥ നമുക്ക് പാടി തന്നതാണ്. എന്ത്? വാപ്പയോട് ഇഷ്ടനെ വെറുക്കുന്നതാ. ഉപ്പാന്റെ ഇഷ്ടക്കാരനെ നമ്മൾ വെറുക്കുക എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ താളങ്ങളിൽ നിന്ന് നമ്മൾ മാറി സഞ്ചരിക്കുക എന്നതിന്റെ ലക്ഷണമാണ്.